ഇപ്പോൾ വന്ന വാർത്തയിലേക്ക്. തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജുവിനെതിരായ ശിക്ഷാവിധി മരവിപ്പിച്ചു. തിരുവനന്തപുരം സെഷൻസ് കോടതിയുടേതാണ് നടപടി. എന്നാൽ കുറ്റക്കാരനാണെന്ന വിധി നിലനിൽക്കും. അന്തിമ വിധി വരും വരെയാണ് മരവിപ്പിക്കൽ. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി 3 വർഷത്തേക്കാണ് ആന്റണി രാജുവിനെ ശിക്ഷിച്ചിരുന്നത്. മത്സരിക്കുന്നതിനുള്ള അയോഗ്യതയും തുടരും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, സാഹചര്യം. തൊണ്ടി മുതൽ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ആന്റണി രാജു MLA അയോഗ്യനാക്കിക്കൊണ്ട് 3 വർഷത്തേക്കാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ആഴ്ചകൾക്ക് മുമ്പ് ശിക്ഷ വിധിച്ചത്. ആ വിധി ചോദ്യം ചെയ്തുകൊണ്ടാണ് ആന്റണി രാജു തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് കുറ്റക്കാരനാണ് എന്ന നെടുമങ്ങാട് വിധി തുടരും. അതേസമയം ശിക്ഷാവിധി 3 വർഷത്തേക്കുള്ള ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുകയാണ്. അന്തിമ വിധി വരും വരെയാണ് കേസ് ഈ ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുന്നത്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി 3 വർഷത്തേക്കായിരുന്നു ആന്റണി രാജുവിനെ നേരത്തെ ശിക്ഷിച്ചത്. ഇതോടെയാണ് അദ്ദേഹത്തിന് MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന് നിലവിൽ മത്സരിക്കാനുള്ള അയോഗ്യത തുടരും എന്ന് തന്നെയാണ് നമുക്ക് നിയമവിദഗ്ധർ നൽകുന്ന സൂചന. എന്തായാലും അന്തിമ വിധി വരും വരെ ഈ ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. താൽക്കാലികമായ ആശ്വാസം തൊണ്ടി മുതൽ തട്ടിപ്പ് കേസിൽ ആന്റണി രാജുവിന് ഉണ്ടായിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഡാൻ, ഈ വിധിയിലെ താൽക്കാലിക ആശ്വാസത്തിനപ്പുറത്തേക്ക് ഇത് എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ആന്റണി രാജുവിന് ഗുണം ചെയ്യുക? അത് രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ MLA പദവിയിൽ ഉൾപ്പെടെ? രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ഇത് വലിയൊരു ഗുണം ചെയ്യാനുള്ള സാധ്യത നന്നേ കുറവാണ്. കാരണം കുറ്റക്കാരനാക്കിയ വിധി നിലനിൽക്കുമെന്ന് സെഷൻസ് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം മത്സരിക്കാനുള്ള അയോഗ്യത തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിവാദത്തിൽ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിന് വളരെ അപ്രതീക്ഷിതമായി നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്ത് നിന്ന് കേസിൽ ഏതാണ്ട് 20 വർഷത്തിന് ശേഷം കോടതിയുടെ വിധി ഉണ്ടാകുന്നത് അത് വലിയ തിരിച്ചടിയായി മാറിയുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാകുന്ന തരത്തിലേക്ക് ഈ വിധി മാറുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പൊതു പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു ആന്റണി രാജുവിനെ പിന്നീട് ആരും കണ്ടിട്ടേ ഇല്ല. അത്തരത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി വലിയൊരു തിരിച്ചടിയായി മാറുന്ന ഒരു വിധിയായിരുന്നു അന്ന് നെടുമങ്ങാട് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. 3 വർഷത്തേക്കാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത്. പക്ഷേ ആ ശിക്ഷാവിധിയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം കുറ്റക്കാരനാണെന്ന കണ്ടെത്തൽ വിധി തുടരും എന്ന് കൃത്യമായി എടുത്തു പറയുകയും ശിക്ഷാവിധി അന്തിമ വിധി വരും വരെ മരവിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പരാമർശങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായ ആശ്വാസം എന്ന് പറയുന്നത് തടവ് ശിക്ഷ അത് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്നില്ല. അതായത് അദ്ദേഹത്തിന് കൃത്യമായി സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ശിക്ഷാവിധി മരവിപ്പിച്ചതിനാൽ അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നില്ല എന്ന ഒരു ഗുണം മാത്രമാണ് ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ഒരു നേട്ടവും അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിധി കൊണ്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം സ്ഥാനാർത്ഥികളുമായി അടക്കമുള്ള ചർച്ചകളിലേക്ക് പാർട്ടികൾ ഒക്കെ കടന്നിരിക്കുന്ന ഒരു സാഹചര്യം. അതിനിടയിൽ LDF അടക്കം ആരെ ഇവിടെ മത്സരിക്കാം, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം നിലനിർത്താനായി എന്നുള്ള ചർച്ചകളൊക്കെ ഒരു വശത്ത് സജീവമാക്കുന്നതിനിടയിലാണ് ഈ ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. എങ്കിൽ കൂടി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അയോഗ്യത തുടരും എന്ന കൃത്യമായ നിർണായകമായ വിവരങ്ങളാണ് നിയമവിദഗ്ധരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായി നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു നേരിയ ആശ്വാസം തൊണ്ടി മുതൽ തട്ടിപ്പ് കേസിൽ. റൈറ്റ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ആന്റണി രാജുവിന് താൽക്കാലിക ആശ്വാസമാണ്. അന്തിമ വിധി വരുന്നത് വരെയാണ് ശിക്ഷാവിധിയിലുള്ള മരവിപ്പിക്കലെന്നാണ് സെഷൻസ് കോടതിയുടെ വിധി. തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജുവിന് താൽക്കാലിക ആശ്വാസം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.